പശ്ചിമേഷ്യയിൽ 3 മാസത്തിലധികം നീണ്ട യുദ്ധം ഒരു സമ്പൂർണ്ണമായ ശാശ്വതമായ യുദ്ധവിരാമത്തിലേക്ക് പോകുന്നതിൻ്റെ സൂചനകൾ നൽകിയ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയെങ്കിലും കല്ലുകടി തുടരുകയാണ്. എന്ന് വെച്ചാൽ ഈ ഉടമ്പടിയിൽ പ്രധാനപ്പെട്ട വ്യവസ്ഥ നിർദ്ദേശമായി ഇറാൻ മുന്നോട്ട് വച്ചിരുന്നത് ലെബനനെ ഇനി ഇസ്രായേൽ ആക്രമിക്കരുത് എന്നാണ്. പക്ഷേ ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ലെബനനിൽ നിർബാധം തുടർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇറാന് എത്ര കാലം ഈ ഉടമ്പടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യമാണുള്ളത്. ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ ഈ കരാർ ലംഘിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചാക്രമണം നടത്തേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് പുറത്ത് ഇറാൻ നൽകുകയാണ്. അപ്പോൾ എന്താണ് ഇസ്രായേലിൻ്റെ ഉന്നം? ഈ ഉടമ്പടി എത്രയും പെട്ടെന്ന് ലംഘിച്ചുകൊണ്ട് ഒരു യുദ്ധം തുടരുക എന്നുള്ളത് തന്നെയാണോ നെതന്യാഹുവിൻ്റെ ആവശ്യം എന്നതുകൂടി സംസാരിക്കുകയാണ്. പക്ഷേ അതങ്ങനെയാണോ? നെതന്യാഹുവിൻ്റെ ഉദ്ദേശം യുദ്ധവിരാമമല്ല, യുദ്ധത്തിൻ്റെ തുടർച്ചയാണ്. അങ്ങനെ കാണണോ? അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ച് റൈറ്റ് മൊമെൻറ്റിലല്ലല്ലോ. അവർക്ക് വിശാലമായ പദ്ധതികൾ പലതുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ യുദ്ധം നിലനിർത്തുക വഴി ഇറാൻ്റെ കേപ്പബിലിറ്റീസിനെ മുഴുവൻ നമ്മൾ തകർത്ത് കഴിഞ്ഞിട്ടില്ല എന്നവർ വിചാരിക്കുന്നു. ആ റീജിയണിൽ അവരുടെ ഏറ്റവും വലിയ ത്രെട്ട് ഇറാനാണ്. രണ്ടാമത്തേത്, ലെബനൻ അധിനിവേശം അവരുടെ വലിയ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. മൂന്നാമത്തേത്, നെതന്യാഹുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കുന്നതിന് യുദ്ധം തുടരേണ്ടതുണ്ട്. ഈ 3 ആവശ്യങ്ങളും മുന്നിൽ നിൽക്കെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചാൽ എങ്ങനെയാണ് ഇസ്രായേലിന് സഹകരിക്കാൻ കഴിയുക? ഇസ്രായേൽ സഹകരിക്കുന്നില്ല. ഇസ്രായേലിന് ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനൊക്കെ കഴിയും. അമേരിക്കയോട് എല്ലാം ചോദിക്കണമെന്നില്ല. അതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. പക്ഷേ ഈ അവരെടുക്കുന്ന ആ തീരുമാനം അമേരിക്കയായിട്ടുള്ള പീസ് ഡീലിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ പീസ് ഡീല് നിലനിൽക്കാൻ പോകുന്ന ഒന്നാണ്, ശാശ്വതമായ സമാധാനം കൊണ്ടുവരും എന്ന് തോന്നുന്നില്ല. ആ സമാധാനത്തിൻ്റെ സാധ്യതകളെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള ഇടപെടൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലെബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഒന്നാമത് മനുഷ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ്. രണ്ടാമത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ താല്പര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ്. ലെബനാൻ ആ പീസ് ഡീലിൻ്റെ ഭാഗമായിരിക്കണമെന്ന് തുടക്കം മുതൽ തന്നെ ഇറാൻ നിർബന്ധിതമായി പറയുന്ന ഒന്നാണ്. അപ്പോൾ ലെബനാനിലെ ഉള്ള ആക്രമണം കേവലമായ ധാർമ്മിക പിന്തുണയല്ല, ടെക്നിക്കലി ആർമി സൈനികപരമായി നോക്കിയാലും നയതന്ത്രപരമായി നോക്കിയാലും എല്ലാം ഇറാനെ സംബന്ധിച്ച് പരമപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ നടത്തുന്ന ആക്രമണത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ കരാറിനകത്ത് നിൽക്കേണ്ട ബാധ്യത ഇറാനുണ്ടെന്ന് തോന്നുന്നില്ല. സോ ഇത് തകരാൻ പോകുകയാണെന്ന് വിചാരിക്കണം. അതിൽ അമേരിക്കയുടെ പൊസിഷൻ എന്തായിരിക്കും നാം ഉറ്റുനോക്കുന്ന ഒന്ന്. അതായത് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ്, അബദ്ധം കാണിക്കരുത്, നന്നായിട്ട് പെരുമാറണം, ഇപ്പോൾ എന്താണ് നിങ്ങൾ കുറച്ച് പക്വമായി പെരുമാറണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇസ്രായേൽ സമ്മതിക്കുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ അതിന് പലതരത്തിലുള്ള ആംഗിളുണ്ട്. ഒന്ന്, ഈ ഇസ്രായേലിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഇറാനെ അമേരിക്കയെ സംബന്ധിച്ച് എന്തുമാത്രം പോസിബിളായ കാര്യമാണ്. കാരണം അവിടെയുള്ള അവരുടെ ഏറ്റവും ക്ലോസ് അലയാണ്, അവരുടെ താല്പര്യങ്ങളുടെ സംരക്ഷണ കേന്ദ്രമാണ്, അവരുടെ താല്പര്യങ്ങളുടെ നിർവാഹക രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആ രാജ്യത്തെ വെറുപ്പിച്ചുകൊണ്ടും അതിൻ്റെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ടും ഒറ്റയടിക്ക് ഒരു തീരുമാനം ഡോമിനേറ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റുമെന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. രണ്ടാമത്, അമേരിക്ക തന്നെ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നവരാണ് ഇസ്രായേലി ലോബികളാണ്. സോ അതുകൊണ്ട് അമേരിക്ക ഞങ്ങളൊരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ്, ആ ഒപ്പിട്ട കരാർ സമയബന്ധിതമായും വൃത്തിയായും നടത്താൻ ഇസ്രായേലിന് ബാധ്യതയുണ്ട്, നിർത്തിക്കോ ഇസ്രായേൽ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി നാളെ മുതൽ നിങ്ങൾക്ക് ആയുധങ്ങൾ തരില്ല, ഞങ്ങൾ ആയുധങ്ങൾ തരാതെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോയി ബോംബിടുമെന്ന ക്വസ്റ്റ്യൻ ചോദിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയും ഇതിനകത്തൊരു വിഷമവൃത്തത്തിലാണ്. ഇസ്രായേൽ ഒരു അഡമൻ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ആ ഇസ്രായേലിനോട് പരിധിവിട്ട വാക്കുകൊണ്ട് നിർത്താൻ പറയാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായി സഹകരിക്കില്ലെന്ന് പറയാൻ പറ്റുമെന്നോ, ഞങ്ങൾ നിങ്ങൾക്ക് ആയുധം തരില്ലെന്ന് പറയാൻ പറ്റുമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. സോ ഈ പീസ് ഡീൽ ഇസ്രായേൽ പൊളിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം ചോദിച്ചാൽ അത് വീണ്ടും ഒരു ലോകയുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറും. കാരണം വീണ്ടും ഹോർമൂസ് അടച്ചു കിടക്കപ്പെടും. ഇപ്പോൾ കുറഞ്ഞ എണ്ണവില വീണ്ടും അത് ഉയരാൻ കാരണമാകും. ലോകത്തിൻ്റെ മുഴുവനുള്ള കെടുതിയിലേക്ക് അത് വീണ്ടും ഉയരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം ലോകത്തിനുണ്ടാക്കുന്ന പ്രയാസം എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിനുണ്ടാക്കുന്ന ദുരന്തം എന്താണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. അപ്പോഴും ലോകം മൊത്തം ഇതെങ്ങനെയെങ്കിലും നിൽക്കുമോ എന്നുള്ള പ്രാർത്ഥനയിലും ഉദ്യോഗത്തിലും ഇരിക്കുകയാണ്. ലോകത്തിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, ലോകത്തിലെ ഓർഗനൈസേഷന് മാത്രം ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അപ്പോൾ ഐ തിങ്ക് ഈ ഡീല് പൊളിയാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. സാഹിബ്, ട്രംപിൻ്റെ ആവശ്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട്, അത് ജനുവിനാണെങ്കിൽ അങ്ങനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ നൽകുന്ന സൂചനകൾ എന്താണ്? അത് നമ്മൾ കാണേണ്ടത്, ഈ യുദ്ധത്തിൽ ഈ സീസ് ഫയർ വെടിനിർത്തലിലേക്ക് എത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ അമേരിക്കയാണ് സീസ് ഫയർ ഡീൽ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തത്. അപ്പോൾ അതിൽ ഇറാൻ വെച്ചൊരു ഡിമാൻഡാണെന്ത്, ഇത് സീസ് ഫയറിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ലെബനിൽ നടത്തുന്ന ആക്രമണം നിർത്തണം എന്നുള്ളത്. നോക്കൂ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡിമാൻഡ് ഇറാൻ വെക്കുക എന്ന് പറയുന്നത്
അത് ഒരർത്ഥത്തിൽ വിചിത്രമായിട്ടുള്ളൊരു ഡിമാൻഡാണ്. കാരണം ഡീൽ ആര് തമ്മിലാണ്? അമേരിക്കയും ഇറാനും അമേരിക്കയും ഇറാനും തമ്മിലാണ്. അതിലെങ്ങനെയാണ് ലെബനൻ എന്ന് പറയുന്ന ഒരു തേർഡ് കൺട്രി, വേറൊരു രാജ്യമാണ്, വേറെ സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. അപ്പോൾ ഈ സീസ്ഫയർ ഡീലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്നൊരു ഡിമാൻഡ് ലെബനൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ടോ? ലെബനൻ മുമ്പോട്ട് വെച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പോയിന്റ് ഇതിനകത്ത് കൊണ്ടുവരുന്നവരാണ് ഇറാനാണ്. അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായി ഡിപ്ലോമാറ്റിക് നോക്കി വിചിത്രമായുള്ളൊരു ഡിമാൻഡാണ്. ഇറാൻ എന്താ സ്റ്റേക്ക് ലെബനനിൽ? ഒന്നുമില്ല, അത് വേറെ രാജ്യമല്ലേ. അപ്പം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ലെബനനിലേക്ക് നടന്ന ആക്രമണത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ലെബനനിൽ ഹിസ്ബുള്ള എന്ന് പറയുന്നൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഇറാൻ അലൈസ്. ഇറാൻ്റെ ഈ വിസ്തൃതമായിട്ടുള്ള റെസിസ്റ്റൻ്റ് ആർക്കിടെക്ചറിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് തീർത്തു എന്നാണ് ഇസ്രായേൽ കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമൊക്കെ പ്രഖ്യാപിച്ചത്. തീർത്തു. ഹസൻ നസ്രുള്ള പടമായി, പിന്നെ മറ്റേ സൈഫുള്ള പടമായി, എല്ലാവരും പടമായി, മറ്റേ മൊബൈൽ ഫോൺ എന്തായാലും ഇതിന് പറയാം, പേജർ ആക്രമണം നടത്തി, എല്ലായിടത്തും തീർത്തു എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ മിത്രങ്ങളും നെതന്യാഹുവും ഒരേപോലെയാണ് പറഞ്ഞിരുന്നത്. അവരിങ്ങനെ ഇലിമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രാഫിക്സ് കാർഡൊക്കെ ഇറക്കും. ആ ടീമാണ് ഇപ്പോൾ. അതിനെതിരെയാണ് ഇപ്പോൾ ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കൊല്ലം മുമ്പ് തീർത്ത ടീമിനെതിരെ. എനിവേ, ഇറാൻ ഇങ്ങനൊരു ഡിമാൻഡ് സീസ്ഫയർ പ്രപ്പോസലിൻ്റെ ഭാഗമായി വെച്ചു എന്നുള്ളത് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പർ ഹാൻഡാണ്. കാരണം നിങ്ങളാരാണ് ഈ ലെബനനിലെ കാര്യം സംസാരിക്കാൻ എന്ന് ട്രംപിന് ചോദിക്കാമല്ലോ. ആ വേറൊരു രാജ്യമല്ലേ, അത് ലെബനനൊരു പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയൊക്കെ ഇല്ലേ, അവർ പറയട്ടെ. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഓക്കെ, അതും ശരിയാക്കാം എന്നാണ് പറഞ്ഞത്. ഞാൻ BBയെ വിളിച്ച് ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. കാരണം അത്രയും ഡെസ്പറേറ്റ് ആയിരുന്നു അമേരിക്ക ഇത് നിർത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡീല് വരുന്നു. BBയെ വിളിച്ചിട്ട് ഇങ്ങനെ പൂരത്തെറി പറഞ്ഞു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൂരത്തെറി പറഞ്ഞെന്നാണ്. വെച്ചാൽ അതിലെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കാൻ പറ്റില്ല. അതിലെ വാക്കുകളൊക്കെ അതിന് വെർബാറ്റിം തന്നെ പല അമേരിക്കൻ പത്രങ്ങളും പുറത്തു. അതേക്കുറിച്ച് പത്രക്കാർ ഇദ്ദേഹത്തോട് ട്രംപിനോട് ചോദിക്കുന്നുണ്ട്. ട്രംപ് നിഷേധിക്കുന്നില്ല. നമ്മൾ കുറച്ച് മോശമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈസ് മൈ ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിഷേധിച്ചിട്ടില്ല. അപ്പോൾ പൂരത്തെറി വിളിച്ച് പറഞ്ഞു, നിർത്തടാന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇസ്രായേലിനകത്ത് ഇത് ഇറാൻ്റെ വിജയമാണ് എന്ന് എല്ലാവരും പറയുന്നു. നാട്ടുകാർ മുഴുവൻ പറയുന്നു. അമേരിക്കൻ പത്രങ്ങളും പറയുന്നു, ഇസ്രായേലി പത്രങ്ങളും പറയുന്നു, എല്ലാവരും പറയുന്നു. അത് BBയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. കാരണം ഒക്ടോബറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഈ പറയുന്ന ഏർപ്പാടുകളൊക്കെ നടത്തിയിരിക്കുന്ന ഈ തീവ്ര ദേശീയത ഉയർത്തിയിട്ടാണ് ഇവരൊക്കെ തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതിൽ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട 2 സഖ്യകക്ഷി നേതാക്കന്മാരുണ്ട്. ഈ ബെസ്ലൈൽ സ്മോട്രിഷ്, ഇറ്റാമിർ ബെൻ-ഗവിർ. ഒരുത്തൻ ഫിനാൻസ് മിനിസ്റ്ററാണ്, മറ്റേ ആൾ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്ററാണ്. ഈ സെക്യൂരിറ്റി മിനിസ്റ്റർ ഉണ്ടല്ലോ, ഇളമത്ര രണ്ടുപേരും നോക്കൂ, അമേരിക്കൻ അലൈസ് ആയിട്ടുള്ള ഇസ്രായേലി അലൈസ് ആയിട്ടുള്ള 1/2 ഡസനോളം രാജ്യങ്ങളിൽ യാത്രാ വിലക്കുണ്ട്. ഇവർ സെർവിങ് മിനിസ്റ്റേഴ്സാണ്. ഇങ്ങനൊരു അനുഭവം ഇസ്രായേലിന് ഒരു കാലത്തും ഉണ്ടായിട്ടുണ്ടാവില്ല. UK, ഫ്രാൻസ്, നെതർലാൻഡ്സ്, പോളണ്ട്, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഖ്യകക്ഷികളായ രാജ്യങ്ങളിൽ വരെ ഇവർക്ക് യാത്രാ വിലക്കാണ്. ആ ജാതിയാണ് ഇവരുടെ ഇടപാടുകൾ. നമ്മൾ എന്താ പറയുക, തൊഗാഡിയുടെ ഒരു പ്രോവേഷൻസാണ്. അവർ മിനിസ്റ്റേഴ്സ് ആയാലും എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ പ്രമോദ് മുത്തലിഖ് മിനിസ്റ്ററായാലേക്ക് എന്തായിരിക്കും അവസ്ഥ? അതാണ് ഈ ബെൻ-ഗവിറിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ജാതി ഡയലോഗുകളാണ്. അപ്പോൾ മെനിയാന്ന് എന്ത് ചോദിച്ചാൽ 4 IDF സൈനികർ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ലെബനനിൽ. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? ലെബനൻ മൊത്തം ചുട്ടുകരിക്കണം. അപ്പോൾ ലെബനൻ മൊത്തം ചുട്ടുകരിക്കണം. നമ്മളുടെ ഒരു അമ്മ കരഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ അമ്മമാരും കരയണം. ഇതാണ് പോളിസി. അപ്പോൾ ഇദ്ദേഹം ഇത് പറയുമ്പോൾ അതും കേൾക്കാതിരിക്കാൻ നെതന്യാഹുവിന് പറ്റില്ല. കാരണം ഇവരുടെ സപ്പോർട്ടിലാണ് ലിക്വിഡ് പാർട്ടി ഭരിക്കുന്നത്, നെതന്യാഹുവിൻ്റെ പാർട്ടി ഭരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെയും കേൾക്കണം, ഇവരെയും കേൾക്കണം. ആ ഒരു വിഷമവൃത്തത്തിലാണ് നെതന്യാഹു ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന് ആക്രമിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അതിൽ വലിയ വിഷമവൃത്തത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ ഇറാൻ യുദ്ധം തുടങ്ങിയതിൻ്റെ ആദ്യ ദിവസത്തെ ഫസ്റ്റ് ഡേ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇത് ചർച്ച ചെയ്തപ്പോൾ അതിന് കൊടുത്ത തമ്പ് ലൈൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? അമേരിക്ക കുഴയാൻ പോകുന്ന യുദ്ധം എന്നാണ്. അതിന് താഴെ വന്ന മിത്രങ്ങളെല്ലാം എല്ലാവരും പടമായിട്ട് ഡയലോഗ് അടിക്കുകയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ മുമ്പ് പറയണം, ഈ അമേരിക്കൻ ഹെജിമനി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ തകർച്ചയുടെ തുടക്കം കുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ സംഭവമാണ്. ഇപ്പോൾ ഇന്നലെ JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. വലിയ വിവാദമായ പ്രസ്താവനയാണ്. എന്താ പ്രസ്താവന? ഈ ഇറ്റാമിർ ബെൻ-ഗവിറും സ്മോട്രിഷും ട്രംപിനെ ചീത്ത പറയാൻ തുടങ്ങി.
അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ട്രംപിനെ ചീത്ത പറയുന്നത്, അമേരിക്കയെ ചീത്ത പറയുന്നത്? ഇന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇന്ന് അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ഇൻ ദ എൻറ്റയർ വേൾഡ്, ലോകമാസകളെടുത്ത് നോക്കിയാൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഒരേ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റേ ഉള്ളൂ. അതാരാണ്? അമേരിക്കൻ പ്രസിഡൻ്റാണ്. ആ വാചകം ഒന്ന് അതിനെ ഒന്ന് ഡയസെക്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കും. അതിലൊരു ചെറിയ തെറ്റുണ്ട്, വസ്തുതപരമായ തെറ്റുണ്ട്. ഒരേ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് അല്ല, രണ്ടാളുണ്ട്. ഒന്ന് നമ്മുടെ ജി ആണ്. ഇസ്രായേലിനെ പിന്തുണക്കുന്ന ലോകത്ത് 2 ഹെഡ് ഓഫ് സ്റ്റേറ്റേ ഉള്ളൂ ഇന്ന് ലോകത്ത്. അത് ഒന്ന് ട്രംപാണ്, മറ്റേത് ജി ആണ്. അപ്പോൾ ഇങ്ങനൊരു വാചകം JD വാൻസ് പറയാൻ കാരണം എന്താ പറയുക? ആ നിലയിൽ വെറുക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ എന്ന് അദ്ദേഹത്തിന് അറിയാം. നമുക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമം റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് സേഫു ഗസയിൽ യുദ്ധം കഴിഞ്ഞു, എല്ലാം സെറ്റിലായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇന്നും ലോകത്ത് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വിഷയത്തിൽ റാലികൾ നടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫലസ്തീൻ വിഷയത്തിലാണ്. ഇപ്പോഴും അത് യൂറോപ്യൻ ക്യാപിറ്റലുകൾ, യൂറോപ്യൻ സിറ്റികളിൽ, അമേരിക്കൻ സിറ്റികൾ നടക്കുന്നുണ്ട്. എന്ത് ഇവൻ്റ് ആവട്ടെ, അത് സ്പോർട്സ് ആകാം, ഫുട്ബോൾ ആകാം, ബാസ്ക്കറ്റ് ബോൾ ആകാം, ഫിലിം ഇവൻ്റ് ആകാം, മ്യൂസിക് ആകാം, ഫാഷൻ ആകാം, കൾച്ചറൽ ഇവൻറ്റ്സ് ആകാം. എന്ത് ഇവൻറ്റ്സ് നടക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ ആളുകൾ കെഫിയ ധരിച്ചു വരുന്നു, പലസ്തീൻ കൊടി പാറിക്കുന്നു, ഫ്രീ പലസ്തീൻ എന്ന് മുതൽ കോർപ്പറേറ്റ് ഇവൻറ്റുകളിൽ പോലും വലിയ 2-3 ദിവസം മുമ്പല്ലേ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സുന്ദർ പിച്ചെ പ്രസംഗിക്കാൻ പോകുന്നു. ആളുകൾ കൂകി വിട്ടില്ലേ? മൈക്രോസോഫ്റ്റിൻ്റെ CEO അല്ലേ പുള്ളി ഇപ്പോൾ, അല്ലേ? മൈക്രോസോഫ്റ്റ് CEO ആണ്. അങ്ങനെ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ സെമിനാറിൽ, ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് ഇവൻറ്റിൽ പോയി ഗൂഗിൾ, അവിടുത്തെ ഒരു അക്കാഡമിക് ഇവൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ആ അയാൾ എന്താണ്, ആ യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റാണ്, ആ സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റാണ്. കൂകി വിളിക്കുകയാണ്. എന്തും പറഞ്ഞിട്ട് ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട് കൂകി വിളിക്കുകയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കുണ്ട്? ഡൊണാൾഡ് ട്രംപിനുണ്ട്. ഇപ്പോൾ ഇത് ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകകപ്പിൽ പങ്കെടുക്കാത്തൊരു രാജ്യത്തിൻ്റെ പതാകയാണ് എല്ലാ ലോകകപ്പ് സ്റ്റേഡിയത്തിനും പുറത്ത് ഏറ്റവും അധികം പാറിക്കൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചോ? ഈ ലോകകപ്പിൽ ലോകകപ്പ് ഇവൻറ്റിൽ ഏറ്റവും അധികം പാറിക്കൊണ്ടിരിക്കുന്ന പതാക ഈ ലോകകപ്പിൽ പങ്കെടുക്കാത്തൊരു രാജ്യത്തിൻ്റെയാണ്. അത് ഫലസ്തീൻ്റെതാണ്. അപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ആയുധങ്ങൾ കൊണ്ട്, പ്രചാരണ സംവിധാനങ്ങൾ കൊണ്ട് അങ്ങനെയല്ല. നോക്കൂ, ഹിന്ദ് റജബ് എന്ന് പറയുന്ന കുഞ്ഞു പെൺകുട്ടി ഇസ്രായേൽ കൊന്നു കളഞ്ഞു. ഇപ്പോൾ ഈ എല്ലാ ലീഗൽ ഹേർഡിൽസും കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ വരെ അത് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പെൺകുഞ്ഞിനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? അതുപോലും അവർ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതൊരു സിനിമയാകുന്നു, അത് കാനിൽ പോകുന്നു, അക്കാഡമിയിൽ പോകുന്നു, അവാർഡുകൾ വാരിക്കൊടുന്നു, ലോകം മുഴുവൻ അത് കാണുന്നു. ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു ലീഗൽ, ഇന്ന് ലോകത്ത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ലീഗൽ അഡ്വക്കസി ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദ് റജബ് ഫൗണ്ടേഷനാണ്. അവരുടെ പ്രധാനപ്പെട്ട പണി എന്താണ്? ഗസയിൽ യുദ്ധത്തിന് പോയ ഇസ്രായേലി പട്ടാളക്കാരെ മുഴുവൻ അവർ പ്രൊഫൈൽ ചെയ്തു, ഡോക്യുമെൻ്റ് ചെയ്തു. അവരെവിടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, ആ രാജ്യങ്ങളിലെല്ലാം കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചങ്ങായിമാർക്ക് വെക്കേഷനിങ്ങിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ എന്ത് കണക്കെന്ന് വെച്ചാൽ ഈ IDF ഇസ്രായേലി പട്ടാളക്കാർ ഏറ്റവും കൂടുതൽ വെക്കേഷനിങ്ങിന് വരുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ജിയുടെ രാജ്യത്തേക്കാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അവർ കത്തയച്ചിട്ടുണ്ട്, അവിടെ വരുന്ന ആളുകളുടെ ഇത് തരണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളൊരു 4 വയസ്സുകാരി കുഞ്ഞിനെ നിങ്ങളുടെ ടാങ്കുകൾ ഉപയോഗിച്ച് കൊന്നാൽ അത് ചോദിക്കപ്പെടാതെ പോകും എന്ന് വിചാരിക്കുന്ന ആ കാലം കഴിഞ്ഞു. ഹിന്ദ് റജബ് എന്ന് പറയുന്ന ആ കുഞ്ഞ് ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കോണായി മാറുകയാണ്. ഇവിടെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ അവിടുത്തെ ഹാള് പിടിച്ചെടുത്തിട്ട് കുഞ്ഞിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഹിന്ദ് റജബ് ഹാൾ എന്നാണ് അവർ പേരിടുന്നത്. അപ്പോൾ ഇത് ലോകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഒരു കാര്യം വിചാരിക്കുകയാണ്, അവരുടെ പ്രൊപ്പഗൻഡ മെഷീൻസും അവരുടെ ഹാർഡ്വെയർസും അവരുടെ വെപ്പൺറിയും ഉപയോഗിച്ച് ലോകത്ത് കാര്യങ്ങൾ നടത്തിക്കളയാമെന്ന് വിചാരിക്കുന്ന കാലം കഴിഞ്ഞു. പുതിയൊരു ലോകം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യൂണിപോളാർ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഏകധ്രുവ ലോകമല്ല ഇത് മൾട്ടിപോളാർ വേൾഡാണ്. ബഹുധ്രുവ ലോകമാണ്. അവിടെ പലവിധ സ്വരങ്ങൾ ഉയരുന്നുണ്ട്. അവരുയർത്തുന്ന സ്വരങ്ങളെ മറികടന്ന് ആയുധങ്ങൾ കൊണ്ട്, മിലിറ്ററി മൈറ്റ് കൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കി കളയാമെന്ന് വിചാരിക്കുന്ന കുറച്ചാളുകളുണ്ട്. അത് ഇസ്രായേലിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അവരിങ്ങനെ ആളുകളെ കൊല്ലുമ്പോൾ അതിൽ അർമാദിക്കുകയും ആഹ്ലാദിക്കുകയും ഇങ്ങനെ കൊന്നതുകൊണ്ട്, കുറേ അധികം ആളുകളെ കൊന്നതുകൊണ്ട് നമുക്ക് വിജയിച്ച് കളയാമെന്ന് അവർ വിചാരിക്കും. അങ്ങനെയല്ല. ഇറാനിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5000-ഓളം ആളുകൾ ലേറ്റസ്റ്റ് ഇവൻറ്റിൽ ലെബനനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമോ നിങ്ങളുടെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ജനങ്ങൾ മറുവശത്ത് നിൽക്കുകയാണ്, സത്യം മറുവശത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന അധികാര സന്തുലനവും അപ്പുറത്തേക്ക് പോവുകയാണ്.
കാരണം ഇറാൻ ഈ സീസ് ഫയർ ഇന്ന് ഞങ്ങൾ പുറകോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അവർക്ക് മിസൈൽ ഇടേണ്ട കാര്യമില്ല. 3-4 മൈൻ ബോട്ടുകൾ ഹോർമസിലേക്ക് അയച്ചാൽ മതി. അവർക്ക് വീണ്ടും എന്തായിരുന്നോ ഈ സീസ് ഫയറിന് മുമ്പുണ്ടായിരുന്ന ആ സിനാരിയോ വീണ്ടും കൊണ്ടുവരാൻ പറ്റും. അവർക്ക് വലിയ ചിലവുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ലോകം മാറുകയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നതാണ് നല്ലത്.